മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച ജിൻഡോ ജോണിനെയും VR അനൂപിനെയും ചാനൽ ചർച്ചകളിൽ നിന്ന് വിലക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് രാജു പി നായർ KPCC അധ്യക്ഷന് പരാതി നൽകിയിരിക്കുന്നു. ഇരുവരും സർക്കാരിന്റെയും പാർട്ടിയുടെയും പ്രതിച്ഛായ കളങ്കപ്പെടുത്തുന്നു. സർക്കാർ അധികാരമേറ്റതു മുതൽ എതിരാളികളുടെ നാവായി മാറുന്ന പ്രതികരണങ്ങളാണ് ഇരുവരും നടത്തുന്നത് എന്നും പരാതിയിൽ പറയുകയാണ്. ലേബി സജീന്ദ്രൻ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ലേബി, അപ്പോൾ ഈ ജിൻഡോ ജോണും VR അനൂപും ഇവർ വിമർശനം ഉന്നയിക്കുന്നുണ്ട്, പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. ഇവർ വെറും രണ്ട് നേതാക്കളല്ല, KPCC വക്താക്കളാണ്, പറയാൻ അധികാരമുള്ള ആളുകൾ തന്നെയാണ്. എന്താണെങ്കിലും ഈ മുഖ്യമന്ത്രിയും ഈ KSUവിനെതിരെ നടത്തിയിട്ടുള്ള ഒരു പരാമർശങ്ങളും നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല രാഷ്ട്രീയ വിഷയങ്ങളുമൊക്കെ ഈ കോൺഗ്രസിനുള്ളിൽ ഒരു ഇരുചേരി രണ്ട് ധ്രുവങ്ങളായി പരസ്പരം ആളുകൾ തമ്മിലടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണോ ലേബി? അനന്തു, തീർച്ചയായും അത്തരത്തിൽ ഒരു രണ്ട് ചേരിയുണ്ട് എന്ന് പറയാം. കാര്യം വ്യത്യസ്ത അഭിപ്രായങ്ങൾ പല കോണിൽ നിന്നും ഉയർന്നിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പ്രധാനമായും ചാനൽ ചർച്ചയിൽ ഇവർ പ്രധാന പാനലിസ്റ്റുകൾ തന്നെയാണ്. ഇവരുടെ ഭാഗത്തു നിന്നാണ് നിരന്തരമായി ഇത്തരത്തിൽ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടാകുന്നത് എന്ന പരാതിയാണ് രാജു പി നായർ ഇപ്പോൾ KPCC പ്രസിഡന്റിന് കത്ത് നൽകിയിരിക്കുന്നത്. പരാതി രൂപേണ ഈ കത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഈ ചാനലിൽ പാർട്ടിയുടെ ഒരു മുഖമായി പ്രവർത്തിക്കുമ്പോൾ പലപ്പോഴും ഒരു പാർട്ടിയുടെ നിലപാടാണ് ചാനൽ ചർച്ചകളിലും അതുപോലെ തന്നെ സമൂഹ മാധ്യമ ഇടപെടലുകളിലും പുലർത്തേണ്ടത്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിലും ചാനൽ ചർച്ചകളിലുമെല്ലാം സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ജിൻഡോയ്ക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ തന്നെ ഇതിൽ പറയുന്നു. അതായത് ഇത്തരത്തിൽ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് പോലും അദ്ദേഹത്തിന്റെ പിതാവിന്റെ നാമം ഉപയോഗിച്ചതിനെതിരെ വക്രീകരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടു. അതിനെതിരെ അത് മാത്രമല്ല, പലപ്പോഴും 2 മാസത്തിനിടയിൽ സർക്കാരിനെതിരെയുള്ള 5 പോസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. ഇത്തരത്തിൽ ഇരുവരും സർക്കാരിന്റെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല, ഇവർ രണ്ടുപേരും ഇടുന്ന പോസ്റ്റുകൾ സർക്കാർ വിരുദ്ധ ആളുകൾക്ക് അവരുടെ നാവായി പ്രവർത്തിക്കുന്ന രീതിയിൽ ഉപയോഗിക്കാൻ പാകത്തിലുള്ളതാണ്. സർക്കാരിനെതിരെ എതിർ രാഷ്ട്രീയ പാർട്ടികൾ, എതിർ ചേരിയിൽ നിൽക്കുന്നവർ ഉപയോഗിക്കുമ്പോൾ അവരുടെ ആരോപണങ്ങളെ സാധൂകരിക്കുന്ന രീതിയിലാണ് ഇവരുടെ പ്രസ്താവനകളും വരുന്നത്. അതുകൊണ്ട് തന്നെ ഇരുവരെയും പാനൽ ലിസ്റ്റിൽ നിന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് എറണാകുളം DCC ജനറൽ വൈസ് പ്രസിഡന്റ് കൂടിയായ രാജു പി നായർ ഇപ്പോൾ KPCC പ്രസിഡന്റിന് പരാതി നൽകിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇരുവരും ഇത്തരത്തിൽ തുടർച്ചയായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഇടപെടലുകൾ നടത്തുമ്പോൾ അത് സ്വാഭാവികമായും രാഷ്ട്രീയത്തിന്റെ എതിർചേരിയിലുള്ളവർ ആയുധമാക്കി മാറ്റും എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ശരി, ലേബി സജീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയരുകയാണ്. എല്ലാവരും പരസ്യമായ പ്രതികരണത്തിന് കൂടി തയ്യാറാവുന്നു എന്നുള്ളതാണ്. KPCC പ്രസിഡന്റ് നേരിട്ട് കത്ത് നൽകിയാണ്. KPCC വക്താക്കളെ അതിൽ നിന്ന് ഒഴിവാക്കണം, അവർ പാർട്ടിക്കൊരു പാരയായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ രാജു പി നായരുടെ വിമർശനം.